പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 തെസ്സലോനിക്ക 4 3, 7 തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ വിളിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹെബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അവ നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും അഹങ്കാരവും വിദ്വേഷവും എല്ലാം നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ്. ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് നാം അറിഞ്ഞിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലൂടെ എന്താണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവ ഒരുവനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നത്? ദൈവം വിശുദ്ധിയുടെ നിറകുടമാണ്. ഹെബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടത് വിദ്യാഭ്യാസമല്ല, വിശുദ്ധിയാണ്. നാം വിശുദ്ധിയിൽ ആയിരിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ നാം അശുദ്ധിയിലായിരിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്, തിന്മയുടെ ശക്തികളാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നന്മകൾ കാണുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അപ്പോൾ നമുക്ക് സാധിക്കും. നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് വിവേകത്തോടെ പെരുമാറുവാൻ, സംസാരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവവചനത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. പ്രലോഭനങ്ങളെയും സാത്താൻ്റെ കെണിയെയും മുൻകൂട്ടി നമ്മൾ അറിഞ്ഞ് തെറ്റുകളിൽ വീഴാതെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനും നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്കെല്ലാം നന്മകൾ ചെയ്യുവാനുമുള്ള പ്രചോദനം നമുക്ക് തരുന്നതും പരിശുദ്ധാത്മാവാണ്. വിശുദ്ധിയുടെ തൂവെള്ള വസ്ത്രമാണ് നമുക്ക് വേണ്ടത്. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെട്ടവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. എന്നാൽ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെടാത്തവർ നിത്യനരകത്തിലാണ് ചെന്ന് പതിക്കുന്നത്. വെളിപാട് 19:20 സാത്താന് ലഭിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. പിശാചിനെ ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. അനുതപിക്കാതെ, മാനസാന്തരപ്പെടാതെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങാതെ ധിക്കാരപൂർവം ജീവിക്കുന്ന മനുഷ്യർക്കും അനുതാപമില്ലാതെ മരിക്കുമ്പോൾ പിശാചിന് ലഭിച്ച ശിക്ഷ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. ഈ തെറ്റുകളിൽ വീഴാതെ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ വചനമാവുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് തെറ്റുകൾ കണ്ടെത്തി അതുവെ അംഗീകരിച്ച് ആ തെറ്റുകൾ തിരുത്തി എളിമപ്പെട്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങണം. പരിശുദ്ധാത്മാവിനാൽ നാം നിറയണം. അപ്പോഴാണ്
ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി നാം മാറുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.